കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യത എന്നാണ് പ്രതിയുടെ മൊഴി. ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട ആരും തന്നെ സഹായിക്കാത്തതിനാലാണ് ഇത്തരത്തിലൊരു കൂട്ടക്കൊലപാതകത്തിലേക്ക് പ്രതി നീങ്ങിയത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു അന്വേഷണ സംഘം ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഈ കൊലപാതകത്തിനോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റ പ്രതി അഫാന്റെ അമ്മയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വിഷ്ണു ഉണ്ട്, വിഷ്ണുവിലേക്ക് തന്നെ പോകാം. വിഷ്ണു, നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഇടങ്ങളിലായി കൊല നടന്നതിൽ ഒരിടത്താണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ എവിടം വരെയായി? അതുലിയ, ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് സ്റ്റേഷൻ SHO അടക്കം ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരികയാണ്. ഇപ്പോൾ ഈ കൊലപാതകി, അതായത് പ്രതിയുടെ അഫാന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലാണ് ഇപ്പോൾ ആ രണ്ടുപേര് ദമ്പതികളെ കൊലപ്പെടുത്തിയ സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരുന്നുണ്ട്. ഒരാളെ സോഫയിൽ ഇരുത്തി കൊലപ്പെടുത്തിയതും, അതായത് ലത്തീഫിനെ സോഫയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാജിദയെ അടുക്കളയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. ഏകദേശം വൈകുന്നേരത്തിന് മുമ്പ് തന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട്. വൈകിട്ടായിട്ടും ആരും ഇത് അറിയാതെ പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു കൊലപാതകം നടന്ന വിവരം ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ക്രൂരമായ ഒരു കൊലപാതകം നടന്നു. ആക്രമണത്തോടെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പുറത്ത് അറിയാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് ആരും അറിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും സംശയിക്കുന്ന ഒരു സംഭവം. എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തി എന്നുള്ള കാര്യത്തിൽ പോലീസിന് അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും നാട്ടുകാരടക്കം വലിയ ഞെട്ടലിലാണ്. ഇവിടെ വലിയ ഞെട്ടലിലാണ് നാട്ടുകാർ. ഇവിടെ പ്രദേശത്തുള്ളവരെല്ലാം ഈ കൊലപാതക വിവരം തന്നെ വൈകിയാണ് അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം തന്നെയാണ് പൂർണ്ണമായും ഉള്ളത്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ അറിഞ്ഞത്? ഇല്ല, ഇവിടെ ചോദിക്കാം. ഈ സംഭവം എപ്പോഴാണ് അറിഞ്ഞത്? നമ്മളും താമസിച്ച് തന്നെ അറിഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പോലീസ് വന്നതിന് ശേഷം തന്നെ നാട്ടുകാർ അറിയുന്നല്ലേ. ഇവിടെ ഉള്ളവരാണ് വിളിച്ചത്. ഈ മരിച്ച ആളുകളെ അറിയാമോ? പിന്നെ നമ്മൾ ചെറുതില് ഉള്ള പരിചയമില്ല. രണ്ടുപേരും മാത്രമല്ല താമസിക്കുന്നത്? രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ മരണ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത്? ഈ പ്രദേശത്തല്ല, ഞാൻ അങ്ങോട്ട് ഒരു 6:45 പോയപ്പം ഇവിടെ വണ്ടിയില്ല. വയ്യാക്കായി പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ 2 പോലീസ് വണ്ടി ഇടാറും. അങ്ങനെ തിരക്കിയപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നാണ് ലൈറ്റ് വാങ്ങിച്ച് പോലീസുകാർ അങ്ങോട്ട് കയറിയത്. ലൈറ്റൊക്കെ അണഞ്ഞിടക്കുന്നു. അപ്പോഴത്തേനും പിന്നെ ആളുകൾ വന്നു തുടങ്ങി. സിറ്റൗട്ട് പോലീസുകാർ അകത്ത് കയറ്റിയില്ല. സിറ്റൗട്ടില് ഞാൻ അപ്പൊ നമ്മൾ സൈവാക്കായും വന്നു പുള്ളിരാ. അപ്പോൾ ഈ മൃതദേഹം കണ്ടത് തന്നെ വളരെ വൈകിയാണ്. ചേട്ടാ, ഈ ഇവിടെ മൃതദേഹം കണ്ടിട്ടുണ്ടോ മരിച്ചത്? ബോഡിയുണ്ട്. എങ്ങനെയായിരുന്നു ശരിക്കും? എങ്ങനെയായിരുന്നു കണ്ടപ്പോ സെറ്റിയില് ഇട സൈഡില് ഇങ്ങനെ കഴുത്ത് മൊത്തം ചരിച്ച് ഒരു കൈലി മാത്രമേ ഉള്ളൂ. ബ്ലഡിൽ കുളിച്ച് കിടക്കാണ് ഞാൻ കണ്ടത്. എവിടെയാണ് പരിക്കൊന്നും കണ്ടത്? കഴുത്തിന് തന്നെ പരിക്ക്. നല്ല വെട്ടിയ രീതിയിൽ രക്തം ഇങ്ങനെ നല്ല പൊടിയാണ്. അപ്പം രക്തം അങ്ങ് നിറഞ്ഞിരിക്കും. പക്ഷെ സമയം ഒരുപാട് നേരത്തെ ആയിരുന്നു. കാര്യം അല്ലെങ്കിൽ ബ്ലഡ് ഉണങ്ങി കാണൂല. ഇത് ബ്ലഡ് അങ്ങനെ പോണെങ്കിലും ഉണങ്ങിയാ കണ്ടത്. ഞാൻ കണ്ട രാത്രി. പോലീസ് വന്നതിന് ശേഷം ഇവിടെ എല്ലാവരും അറിയണുള്ളൂ. ഞാൻ 7 മണിക്ക് 7:10 ഞാനെന്താ ഇദ്ദേഹമായിട്ടില്ലേ കാസ് ചെയ്ത് പോകണം. അപ്പോഴൊന്നും ആരും അറിയില്ല. മുതുവള എന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നിറങ്ങിയത്, അതായത് 10-5 മിനിറ്റിനകത്ത് അവിടെ എത്തി. അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഒരാൾ ഫോൺ വിളിക്കുന്നു, SM പെടുത്തുന്ന വിഷയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, അപ്പോൾ ഒന്നുമില്ല. ഇല്ല, ഒരു 3-4 പോലീസ് അങ്ങോട്ട് കയറി പാഞ്ഞു വന്നു, അവിടെ എന്തോ വിഷയമുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കൂടെ ഒരാളെ വിളിച്ചപ്പോൾ ആ പോലീസ് വന്നപ്പോൾ ഇതുപോലെ ഈ സായിപ്പിൻ്റെ വീട്ടിൽ അവരെ വെട്ടിയതായി കണ്ടതായി പറയണം. അപ്പം പിന്നെ ഞങ്ങൾ പോയ കാര്യം സാധിക്കാതെ ആ നിമിഷം ഇവിടെ വന്നപ്പോൾ ആൾ നിറഞ്ഞാണ്. അത്രയും അതിന് 7 മണി ഞാൻ കയറി കണ്ടേ. അപ്പം ആരെയും അങ്ങോട്ട് കടത്തി വിടില്ല. പക്ഷെ ഞാൻ കയറി. ഞാൻ പഴയ ഒരു റിട്ടയർഡ് പോലീസായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ഒന്ന് കയറി കണ്ടു. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ്. അല്ല, പിന്നെ അങ്ങനെ വരാൻ വഴിയില്ല. പക്ഷെ ഈ ആളിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിസരത്ത് വന്നിട്ടില്ല, കണ്ടിട്ടില്ല, ആർക്കും അറിഞ്ഞും കൂടാ. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നവരാ. ഭാര്യ വെളിയിൽ പറഞ്ഞൊന്നും കാണില്ല. അയാൾ എല്ലാ ദിവസവും അവിടുത്തെ പള്ളിയിൽ വന്ന് ഒരു ഉദ്ദേശം 6:30 വരും. എല്ലാ ദിവസവും വരും. ഇങ്ങനെ നടന്ന് അവിടെ വന്ന് പള്ളിയിൽ നിസ്കരിച്ച് അവിടെ ആ കടയിലടുത്ത കടയിൽ കയറി ഇരുന്നിട്ടാണ് തിരിച്ചു വേണ്ടത്. ഇന്നലെ കണ്ടില്ല. ഇന്നലെ കണ്ടില്ല.
ഏതായാലും വലിയ പുറത്ത് ആളുകളുമായിട്ട് സഹകരണമുള്ള കുഴപ്പമില്ല. സാധാരണ അയാൾ ഒരു ശല്യക്കാരനോ ഒന്നുമല്ല, വളരെ ഡീസൻ്റുള്ള പാർട്ടി തന്നെ. ആരുമായിട്ട് ഒരു ഇതിനും പോകാത്തൊരു പാർട്ടിയാണ്. അതുല്യ, ഈ സംഭവം കണ്ട ആളുകളുടെ പ്രതികരണമാണ് ഇപ്പോൾ അതുല്യ കണ്ടത്. ഏതായാലും ഈ സംഭവം വളരെ വൈകിയാണ് നാട്ടുകാർ പോലും അറിഞ്ഞത്. ഇങ്ങനെ ഒരു കൊലപാതകം ഇവിടെ നടന്നു. വളരെ ക്രൂരമായ കൊലപാതകം തന്നെയാണ്. ഇതിവിടെ നടന്നപ്പോൾ പോലും ആ സമയത്ത് അത് എപ്പോഴാണ് എന്നുള്ളത് പോലും ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഈ സംഭവം നടന്ന സമയത്ത് ആരും അറിഞ്ഞിട്ടില്ല. വളരെ വൈകി, നേരം ഇരുട്ടിയതിനു ശേഷം പോലീസ് എത്തിയതിനു ശേഷം, അതായത് പ്രതി അവിടെ പോയി കീഴടങ്ങിയതിനു ശേഷം പോലീസിന് മൊഴി നൽകി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച് ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് ഈ കൊലപാതകം നടന്നതായി തന്നെ നാട്ടുകാരും അയൽക്കാർ പോലും അറിയുന്നത്. ഏതായാലും ഈ ഒരു കൊലപാതകം വളരെ ആസൂത്രിതമാണ് എന്നുള്ളത് വ്യക്തമാകുന്നതിന്റെ ഒരു തെളിവ് ഈ ആരും അറിയാതെ വളരെ വേഗത്തിൽ നടപ്പിലാക്കി ഇവിടെ എത്തിയതിനു ശേഷം, ഈ കൊലപാതക ശേഷമാണ് കാമുകിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ അനിയനെ കൊലപ്പെടുത്തിയത്. ഇതിലെല്ലാം ശേഷമാണ് ഒട്ടും മനസാക്ഷിയില്ലാതെ ചെയ്ത ഒരു ഹീനമായ കൃത്യം എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നും കൊലപാതകം നടത്തി അതിനുശേഷം വീട്ടിൽ ചെന്നു പിന്തിരിയാനുള്ള ഒരു മനസ്സും ഉണ്ടായിട്ടില്ല പ്രതിക്ക്. അതിനുശേഷമാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയത്. പക്ഷേ ഈ ഒരു അവ്യക്തത എന്ന് പറയുന്നത് ഈ കൊലപാതകങ്ങൾ എന്തിനു ചെയ്തു എന്നുള്ളതാണ്. സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, പണത്തിന്റെ ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, പക്ഷേ ഇത് എന്തിനാണ് നടത്തിയെന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പോലീസ് അത് അന്വേഷിച്ചു വരികയാണ്. ഈ പ്രതിയുടെ മൊഴി വളരെ നിർണായകമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മൊഴിയെടുക്കും. വീണ്ടും ചോദ്യം ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കടബാധ്യതയാണെങ്കിൽ എന്തുകൊണ്ട് കാമുകിയെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ അനുജനെ കൊലപ്പെടുത്താനുള്ള ശ്രമം പിന്നീട് എങ്ങനെ നടന്നു, അമ്മയെ ആദ്യം കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു, അമ്മ മരിച്ചു എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി. ആ ഒരു സംശയത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് പിന്നീട് ഇവിടെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തി ആ ഭാര്യയും കൊലപ്പെടുത്തിയത്. ഇതെല്ലാം ഓരോ കണക്കുകൂട്ടലിലൂടെയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഉമ്മുമ്മയും പോയി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വീടുകളിൽ പോയി 3 വീടുകളിലായാണ് 5 കൊലപാതകം നടത്തി. 6 പ്രതി വിശ്വസിച്ചിരുന്നത്, ഉമ്മയടക്കം. എന്നാൽ ഉമ്മയുടെ നില അതീവ ഗുരുതരമായി തുടർന്നിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, ചികിത്സയിലാണ്. ഇടയ്ക്ക് സ്ഥിതി മെച്ചപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും അതും പോലീസിന് ഉമ്മ തിരിച്ചു വരികയാണെങ്കിൽ അവരുടെ മൊഴിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ അച്ഛന്റെ, അതായത് ഈ പ്രതിയുടെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലാണ്. ലത്തീഫും സാജിദയും മരണപ്പെട്ടത് ഇവിടെ വച്ചാണ്. ഒരാൾ സെറ്റിയിലാണ് ഇരിക്കുന്നത്. നാട്ടുകാർ നേരത്തെ പറഞ്ഞത്, അതായത് മൃതദേഹം കണ്ട നാട്ടുകാർ പറഞ്ഞതുപോലെ രക്തത്തിൽ കുളിച്ച് സെറ്റിയിലിരിക്കുന്ന ഒരാളാണ് ഈ ലത്തീഫിനെ ഇരുത്തിയ നിലയിലാണ്. കഴുത്തിൽ വെട്ടേറ്റതായാണ് നാട്ടുകാർക്ക് സംശയം. ഇത് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് സാജിദ എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് വീട്ടിലേക്ക് എത്തി ഈ പ്രതി കൊലപാതകം നടത്തി. അതായത് ചായ ഇടുന്ന സമയമാണ് കൊലപാതകം നടത്താനുള്ള സമയമായി പ്രതി കണ്ടെത്തിയതെന്ന് സംശയിക്കുന്നുണ്ട്. അതായത് പ്രതി ഇവിടേക്ക്, ഈ അഫാൻ ഇവിടേക്ക് അധികം വരുന്ന ഒരാളല്ല എന്നാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നാട്ടുകാർ നോക്കുമ്പോൾ ഈ സ്ഥലത്തേക്ക് അഫാൻ എത്തിയത് കണ്ടിട്ടില്ല. അതായത് വല്ലപ്പോഴും എത്തുമായിരിക്കും, നാട്ടുകാരുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ലത്തീഫ് നാട്ടുകാരുമായി നല്ല അടുപ്പമുള്ള ആളാണ്, പള്ളിയിൽ കൃത്യമായി പോകുന്ന ആളാണ്, ഒരു സഹകരണം നാട്ടുകാരുമായി ഉള്ളൊരു വ്യക്തിയാണ് എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രതിയെക്കുറിച്ച് ആർക്കും കൃത്യമായ വിവരം ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ ഈ ലത്തീഫിന്റെ 2 പെൺമക്കളാണ്. അവർ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്, വല്ലപ്പോഴും വന്നു പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നാണ് ഏകദേശം ലഭിച്ചിരിക്കുന്ന വിവരം. അതിനെല്ലാം ഉപരി ഇവർ 2 പേരും ഈ വീട്ടിൽ താമസിക്കുന്നു. സാജിദയെ അധികം പുറത്ത് കാണാറില്ലെങ്കിലും ലത്തീഫ് ആളുകളുമായി നല്ല ഇടപഴകലുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ പ്രതി ഇന്നലെ വന്ന സമയം തന്നെ വീട്ടിൽ പരിചയമുള്ള ആളായതുകൊണ്ട് തന്നെ വലിയ ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ ഈ കൊല്ലപ്പെട്ടവർ സ്വീകരിച്ച് വീട്ടിനുള്ളിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ വീട്ടിൽ സ്വാഭാവികമായി ക്ഷണിക്കുന്ന രീതിയിലുള്ള സമയം തന്നെയാണ് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളത്. കൃത്യം നടത്തിയ ആ സമയം തന്നെയാണ് ലത്തീഫിന്റെ കഴുത്തിൽ വെട്ടേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചോര വാർന്ന നിലയിൽ സെറ്റിയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. മുണ്ട് ഉടുത്തിരുന്ന ലത്തീഫിന്റെ ശരീരം മൊത്തം ചോരയാണ്. അതായത് ചോര ഉണങ്ങിയ അവസ്ഥയിലാണ് വൈകുന്നേരം കണ്ടിരിക്കുന്നത് പോലീസ് ഈ മൃതദേഹം കണ്ടെത്തിയ സമയം. അതുകൊണ്ട് തന്നെ ഏകദേശം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ കൊലപാതകം
കൊലപാതകം നടത്തി എന്നുള്ളൊരു നിഗമനമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സാജിദയെ അടുക്കളയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മൃതദേഹമുള്ളത്. എന്നാൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക്, അമ്മുമ്മയുടെ വീട്ടിലേക്ക് അമ്മുമ്മേനെയും തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഈ കൊലപാതകം നടത്തിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇതൊരു കണക്ക് നോക്കുമ്പോൾ ഈ ചുറ്റിക വാങ്ങാൻ കാശ് എടുത്തു എന്നൊക്കെ പ്രതി മൊഴി പറയുന്നുണ്ട്, അമ്മുമ്മയുടെ മാല എടുക്കാനായി. എന്നാൽ പിന്നീട് ലഭിക്കുന്ന മറ്റൊരു വിവരം, പ്രതി ഉമ്മയെ കൊലപ്പെടുത്തി എന്നുള്ള സംശയത്തിൽ, ഉമ്മയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ളൊരു ധാരണയിൽ പ്രതി വീട്ടിൽ നിന്ന് പോയി, അവിടെ നിന്നും ഉമ്മുമ്മയുടെ വീട്ടിൽ പോയി ഉമ്മയെ കൊലപ്പെടുത്തി. അതിനുശേഷം കാമുകിയെ വിളിച്ചു വരുത്താനുള്ള ശ്രമം നടത്തി. അതിനുശേഷമാണ് ഈ അച്ഛന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തിയത്. ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം കാമുകിയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി കാമുകിയെയും കൊലപ്പെടുത്തി. അതിന് പിന്നാലെയാണ് സ്കൂൾ വിട്ടു വന്ന അനിയനെ കൊലപ്പെടുത്തി എന്നാണ് അറിയുന്നത്. ഇത് ഈ ഒരു ധാരണ ഉണ്ടെങ്കിൽ പോലും ഈ കൊലപാതക പരമ്പര എങ്ങനെയാണ് ഇതിനെ ബന്ധപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് എന്തിനു കൊലപ്പെടുത്തി, എപ്പോഴൊക്കെയാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ആ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ മാത്രമാണ് നമുക്ക് എങ്ങനെയാണ് കൊലപാതകം നടന്നത്, എപ്പോഴൊക്കെയാണ്, എന്താണ് അതിന്റെ രീതി എന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും വളരെ വൈകി പ്രതിയുടെ മൊഴി വളരെ നിർണായകമാണ്. ഇനി പ്രതിയുടെ ഉമ്മ തിരികെ വന്നാൽ, ഉമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ അവരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ കൃത്യമായി. പ്രതിയുടെ മൊഴി, ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയാണ് എന്നുള്ളതാണ്. നിലവിൽ പ്രതിയുടെ പിതൃജ്യേഷ്ഠന്റെ വീട്ടിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.